Good morning everyone. Today we are going to discuss the gradient of a function. If f is a function of x and y, then the gradient of f is defined by del f is equal to fxi plus fyj. അപ്പോൾ ഡെൽ എന്ന് പറയുന്ന ഈ ഒരു നൊട്ടേഷൻ, ഡെല്ലാണ് നമ്മൾ ഗ്രേഡിയൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന നൊട്ടേഷൻ. ഡെൽ എഫ് ഓഫ് എക്സ് വൈ കാണാൻ ആദ്യം എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ കാണണം, വൈയിലും കാണണം. ദെൻ എഫ് എക്സ് അറ്റ് എക്സ് വൈ ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ അറ്റ് എക്സ് വൈ ഇൻറ്റു ജെ. അപ്പോൾ ഇതുപോലെ തന്നെ എഫ് 3 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ, എക്സ് വൈ സെഡ് ഉള്ള 3 വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ del f of xyz is equal to fx at xyz I plus fy at xyz j plus fz at xyz k. അപ്പോൾ ഈ ഒരു ഫോമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതിൽ ഐ ജെ കെയുടെ ഒക്കെ കോർഡിനേറ്റ്സ് ഉണ്ട്. സോ ദിസ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ ഫോമുല എന്തായിരുന്നു? ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് എഫ് എക്സ് യു വൺ പ്ലസ് എഫ് വൈ യു ടു. ആ ഒരു രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡി യുവിൻ്റെ ഫോമുല പഠിച്ചത്. അപ്പോൾ അതിനെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ജെ ഡോട്ട് യു വൺ ഐ പ്ലസ് യു ടു ജെ. ഇങ്ങനെ എഴുതാം അല്ലേ? നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ നമ്മൾ രണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. അതായത് ഡെൽ എഫിൻ്റെയും യുവിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ഇനി നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നോം എ ഇൻറ്റു നോം ബി ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇവിടെ ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടിൻ്റെയും യുവിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആദ്യം നോം ഓഫ് ഡെൽ എഫ്, ദെൻ നോം യു കോസ് തീറ്റ, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു. അപ്പോൾ നമുക്കറിയാം നോം യു എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. കാരണം യു എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നോം 1 ആയിരിക്കും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു നോം ഓഫ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവും ഈ ഒരു ഡെൽ എഫും തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഡി യു ഓഫ് എഫ് ഇസ് ഈക്വൽ ടു നോം ഓഫ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു cos theta, where theta is the angle between del f and the unit vector u. അപ്പോൾ നോക്കുക, നമുക്ക് ഇവിടെ ഈ ഒരു കോസ് തീറ്റ നമുക്കറിയാം. കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ് അല്ലേ? കോസ് തീറ്റയുടെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് പറയാൻ പറ്റും ഡി യു ഓഫ് എഫ് മാക്സിമം ആവുന്നത് കോസ് തീറ്റ 1 ആവുമ്പോഴാണ്. കോസ് തീറ്റ 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തീറ്റ 0 ആവുമ്പോൾ. തീറ്റ 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ ആംഗിൾ ബിറ്റ്വീൻ ഡെൽ എഫ് ആൻഡ് യു 0 ആവുമ്പോൾ, അതായത് അത് രണ്ടും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ അപ്പോഴല്ലേ ആംഗിൾ 0 ആവുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് മാക്സിമം വെൻ യു ഇസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. ആൻഡ് ദിസ് മാക്സിമം വാല്യൂ വിൽ ബി നോം ഓഫ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് അല്ലേ? കോസ് തീറ്റ 1 ആകുമ്പോൾ പിന്നെ ഈ ഒരു വാല്യൂ മാത്രമേ ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ദി ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു നോം ഓഫ് ഡെൽ എഫ്. ഇതേപോലെ തന്നെ നമുക്ക് മിനിമവും നോക്കാം. മിനിമം എങ്ങനെയാണ് വരിക? അതായത് ഇവിടെ ഡി യു ഓഫ് എഫ് മിനിമം വരുന്നത് കോസ് തീറ്റ -1 ആവുമ്പോഴാണ് അല്ലേ? കോസ് തീറ്റയുടെ മിനിമം വാല്യൂ -1 ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് the value of directional derivative is minimum when cos theta is -1. cos theta -1 ആവുന്നത് എപ്പോഴാണ്? തീറ്റ പൈ ആവുമ്പോൾ അല്ലേ? തീറ്റ പൈ ആവുമ്പോഴാണ് കോസ് തീറ്റ 1 ആവുന്നത്, -1 ആവുന്നത്. സോ തീറ്റ പൈ എന്ന് പറഞ്ഞാൽ എന്താ? അതിനർത്ഥം രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ, ഇപ്പോൾ ഡെൽ എഫിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ യുവിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കണം. അപ്പോഴേ ഈ ആംഗിൾ പൈ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോൾ. സോ യു ക്യാൻ സേ ദാറ്റ് ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇസ് മിനിമം വെൻ യു ഈസ് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് ടു ഡെൽ എഫ് ആൻഡ് ദിസ് മിനിമം വാല്യൂ വിൽ ബി മൈനസ് ഓഫ് ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാം
the function f of xy increases most rapidly in the direction of its gradient. അപ്പോൾ ഒരു ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് അതിൻ്റെ ഗ്രേഡിയൻറ്റിൻ്റെ സെയിം ഡയറക്ഷനിലാണെങ്കിൽ, അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇൻ ദ ഡയറക്ഷൻ ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു ഇറ്റ്സ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനൊക്കെ ചോദിക്കാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാണാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു തിയറം കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്, ജസ്റ്റ് അതൊരു തിയറായിട്ട് പറയാം. ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അറ്റ് പി, ദെൻ ഇഫ് ഡെൽ എഫ് ഇസ് 0 അറ്റ് പി, ദെൻ ഓൾ ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് പി ആർ 0. അല്ലേ, ഡെൽ എഫ് 0 ആയാൽ ഡി യു ഓഫ് എഫും 0 ആയിരിക്കും. കാരണം ഡി യു ഓഫ് എഫ് നമ്മളിപ്പോൾ കണ്ടു, നോം ഓഫ് ഡെൽ എഫ് ഇൻറ്റു കോസ് തീറ്റയാണ് വരുന്നത്. അപ്പോൾ ഡെൽ എഫ് 0 ആയാൽ ഡി യു ഓഫ് എഫും 0. ഇനി ഡെൽ എഫ് 0 അല്ലാത്ത കേസിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെൽ എഫ് അറ്റ് പി ഹാസ് ഇറ്റ്സ് ലാർജസ്റ്റ് വാല്യൂ ആൻഡ് ദിസ് വാല്യൂ ഈസ് നോം ഓഫ് ഡെൽ എഫ്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ നോം ഓഫ് ഡെൽ എഫ് ആണ്. അതുപോലെ തന്നെ നോൺ സീറോ ആയിട്ടുള്ള കേസിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡെൽ എഫ് അറ്റ് പി ഹാസ് ദ സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ ചോദിച്ചാൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഡെൽ എഫ്. അപ്പോൾ ഡെൽ എഫിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ഏറ്റവും മിനിമം വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ വരുന്നത്. ആൻഡ് ദിസ് വാല്യൂ ഈസ് മൈനസ് ഓഫ് നോം ഡെൽ എഫ്. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കുക. അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ. Okay, find the maximum value of the directional derivative at -2, 0 and find the unit vector in the direction in which the maximum value occurs. അപ്പോൾ ആദ്യം നമുക്കിവിടെ മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണ്? നോം ഡെൽ എഫ് ആണ്. അപ്പോൾ ആദ്യം ഡെൽ എഫ് കാണുക, എന്നിട്ട് അതിൻ്റെ നോം കാണുക. ഡെൽ എഫ് കാണാൻ ആദ്യം എന്തൊക്കെ വേണം? ആദ്യം ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. എഫ് എക്സ് അറ്റ് എക്സ് വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇവിടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു വൈ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ 2x വരും. അപ്പോൾ 2x ഇ റേസ് ടു വൈ. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന പോയിൻ്റ് -2, 0 എന്നുള്ള പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ -2, 0 എന്നുള്ള പോയിൻറ്റിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ എക്സിന് -2ഉം വൈക്ക് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് -4. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണാം. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കാണുമ്പോൾ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു വൈയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു വൈ തന്നെ. സോ എക്സ് സ്ക്വയർ ഇ റേസ് ടു വൈ എന്ന് കിട്ടും. അപ്പോൾ -2, 0 എന്നുള്ള പോയിൻറ്റിൽ എക്സിന് -2ഉം വൈക്ക് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 ഇ റേസ് ടു 0 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ ഡെൽ എഫ്. ഡെൽ എഫിൻ്റെ ഫോർമുല എന്താണ്? എഫ് എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ജെ. അപ്പോൾ എഫ് എക്സും എഫ് വൈയും നമുക്ക് ഓൾറെഡി കിട്ടി. -4ഉം 4ഉം ആണ്. സോ -4i പ്ലസ് 4j ഡെൽ എഫ് കിട്ടി. സോ വി ക്യാൻ ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അല്ലേ, മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നോം ഓഫ് ഡെൽ എഫ് ആണ്. അപ്പോൾ ഡെൽ എഫിൻ്റെ നോം എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ എക്സിൻ്റെ കോർഡിനേറ്റ് 4ഉം വൈ കോർഡിനേറ്റ് -4ഉം 4ഉം ആണ്. സോ -4 ദ സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് √32. √32നെ നമുക്ക് എങ്ങനെ എഴുതാം? 4√2 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടി? മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടി. ഇനി ആ ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ ഡയറക്ഷൻ, ആ യൂണിറ്റ് ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ മാക്സിമം വാല്യൂ ഒക്കേഴ്സ്. അപ്പോൾ ഈ മാക്സിമം വാല്യൂ ഒക്കർ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് വെക്റ്റർ കിട്ടി, ഈ ഒരു ഡെൽ എഫ് ആണ്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ യൂണിറ്റ് വെക്റ്റർ ഇൻ ദിസ് ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ്. ഇപ്പോൾ ഡെൽ എഫ് ഓൾറെഡി കിട്ടി, നോം ഡെൽ എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. സോ -4i പ്ലസ് 4j 4√2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഓരോ കോർഡിനേറ്റും നമ്മൾ 4√2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് വരും -1/√2i
പ്ലസ് 1/√2j. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ കാണുക, അതുപോലെ തന്നെ ആ ഒരു ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കാണേണ്ടത്. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് അറ്റ് ദ ഇൻഡിക്കേറ്റഡ് പോയിൻറ്റ്സ്. ഗ്രേഡിയൻറ്റ് കാണാനാണ് നമ്മളിപ്പോൾ പഠിച്ച ഫോമുല, ഗ്രേഡിയൻറ്റിൻ്റെ ഫോമുല പഠിച്ചു. എഫ് എക്സും എഫ് വൈയും ഒക്കെ കണ്ടിട്ട് എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ ആ ഒരു രീതിയിൽ എഴുതിയാൽ നമുക്ക് ഗ്രേഡിയൻറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ ക്യൂബ് ആൻഡ് ദ പോയിൻ്റ് ഇസ് -2 -1. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ എന്ത് വരും, എഫ് എക്സ് എന്ന് പറയുമ്പോൾ ഹോൾ ക്യൂബാണ്. സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് വിൽ ബി 3x സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ സ്ക്വയർ. പിന്നെ ആ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് ഇൻറ്റു അപ്പോൾ 2x പ്ലസ് വൈ എന്നും വരും. സോ ആ ഒരു പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് എക്സിന് -2ഉം വൈക്ക് -1ഉം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് -540. ഓക്കെ, വാല്യൂ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എക്സിന് -2 കൊടുക്കുക, വൈക്ക് -1ഉം കൊടുക്കുക. അപ്പോൾ ഈ ഒരു എഫ് എക്സിൻ്റെ വാല്യൂ -540 എന്ന് കിട്ടും. സെയിം വേ യു ക്യാൻ ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ അവിടെയും ആദ്യം 3x സ്ക്വയർ പ്ലസ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എക്സും വരും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ. പിന്നെ ആ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സിന് -2ഉം വൈക്ക് -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് -216. അപ്പോൾ ഡെൽ എഫ് കാണാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് എക്സും കിട്ടി, എഫ് വൈയും കിട്ടി. സോ വി ക്യാൻ റൈറ്റ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ -540 ഐ പ്ലസ് -216 ജെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡെൽ എഫ് കാണാൻ വന്നാൽ ചെയ്യേണ്ടത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്. ഡെൽ എഫ് കാണാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 3 വേരിയബിൾ എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഉള്ളതാണ്. അപ്പോൾ എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ അങ്ങനെ 3 എണ്ണം വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ 2 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക. ഇനി വേറെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ കാണിക്കാം. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി ആൻഡ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് അറ്റ് പി ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ യു ഹാവ് ടു ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എഫ് മോസ്റ്റ് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് ഡെൽ എഫിൻ്റെ ഡയറക്ഷനിലാണെന്ന്. അപ്പോൾ ഡെൽ എഫിൻ്റെ ഡയറക്ഷനിൽ ആദ്യം ഡെൽ എഫ് കാണുക. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ യൂണിറ്റ് വെക്ടർ ആക്കാൻ അതിൻ്റെ നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇവിടെ 4x³ y ആണ്, പോയിൻ്റ് -1 ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ എഫ് എക്സ് കാണുമ്പോൾ എന്ത് വരും, 4x³ y പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 12x² y എന്ന് വരും. അപ്പോൾ -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് -1 വൈക്ക് 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് 12. സെയിം വേ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പം എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ യു വിൽ ഗെറ്റ് 4x³. സോ ദ വാല്യൂ ഓഫ് എഫ് വൈ അറ്റ് -1 വിൽ ബി -4. ഇപ്പോൾ എഫ് എക്സും എഫ് വൈയും കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഡെൽ എഫ് കാണാം. എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ. സോ 12i - 4j. ഇപ്പോൾ യൂണിറ്റ് വെക്ടർ കാണാനായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ആ ഡെൽ എഫിൻ്റെ നോമ് കാണണം. സോ നോം ഓഫ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 12² പ്ലസ് -4². സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 160. 160യിൽ നിന്ന് 16 പുറത്ത് വരുമ്പോൾ 4√10 എന്ന് കിട്ടും. സോ യൂണിറ്റ് വെക്ടർ അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് വെക്ടർ ആയിരുന്നു. അപ്പോൾ ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ്. അപ്പോൾ ഡെൽ എഫിൻ്റെ ഓരോ കോർഡിനേറ്റിനെയും ഈ നോം ഡെൽ എഫ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 12നെ 4√10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/√10i. അതുപോലെ തന്നെ ഈ 4ഉം 4√10 ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ക്യാൻസലായി -1/√10j. അപ്പോൾ എന്ത് കിട്ടി, ആ ഒരു യൂണിറ്റ് വെക്ടർ കിട്ടി. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ്
അറ്റ് പി അലോങ് ദിസ് ഡയറക്ഷൻ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ആ ഒരു ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ആ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് എക്സ് യു വൺ പ്ലസ് എഫ് വൈ യു ടു. അപ്പോൾ ഓൾറെഡി യു വൺ യു ടുവും കിട്ടി അല്ലേ? ഇതാണ് യു വൺ, ഇതാണ് യു ടു. അപ്പോൾ എഫ് എക്സും കിട്ടിയിട്ടുണ്ട്, എഫ് എക്സും എഫ് വൈയും നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? എഫ് എക്സ് കിട്ടിയത് 12 ആൻഡ് എഫ് വൈ എന്ന് പറയുന്നത് -4. സോ എഫ് എക്സ് ഇൻറ്റു യു വൺ, സോ 12 ഇൻറ്റു 3/√10 പ്ലസ് എഫ് വൈ ഇൻറ്റു യു ടു -4 ഇൻറ്റു -1/√10 മൾട്ടിപ്ലൈ ചെയ്താൽ 40/√10 എന്ന് വരും. സോ 10 √10ഉം ന്യൂമറേറ്ററിൽ ഒരു √10ഉം വെച്ച് ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 4√10. അപ്പോൾ ഇത് ഈ ഒരു വാല്യൂ കാണണമെന്നില്ല, കാരണം ഈ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് തന്നെയായിരിക്കും നോം ഓഫ് ഡെൽ എഫ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നോം ഓഫ് ഡെൽ എഫ് വിൽ ബി ഈക്വൽ ടു ഡി യു ഓഫ് എഫ് എന്ന്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് രണ്ടും സെയിം ആണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് എന്തെഴുതിയാൽ മതി? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് അറ്റ് പി അലോങ് യു വിൽ ബി സെയിം ആസ് നോം ഡെൽ എഫ്. അപ്പോൾ ആ നോം ഡെൽ എഫിൻ്റെ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ, നോം ഡെൽ എഫ് 4√10 ആണെന്ന്. 4√10 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ആ 4√10 തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഇവിടെ 3 വേരിയബിളാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ സെഡ് പ്ലസ് സെഡ് ബൈ വൈ സ്ക്വയർ ആൻഡ് ദ പോയിൻ്റ് ഇസ് 1, 2, -2. അപ്പോൾ ആദ്യം എഫ് എക്സ് കാണാം. എഫ് എക്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/z വരും അല്ലേ? സെക്കൻഡ് ഇത് z/y² ആണ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. സോ ദ വാല്യൂ ഓഫ് എഫ് എക്സ് ഈസ് 1/z ആൻഡ് അറ്റ് ദ പോയിൻറ്റ് ദ വാല്യൂ ഓഫ് എഫ് എക്സ് ഈസ് 1/z-ൻ്റെ കോർഡിനേറ്റ് -2 ആണ്. സോ 1/-2. അതുപോലെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y കാണുക. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ x/z-ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. z/y²ൻ്റെ ഡെറിവേറ്റീവ് z കോൺസ്റ്റൻ്റ് ആണ്. ദെൻ 1/y²ൻ്റെ ഡെറിവേറ്റീവ് -2/y³. അപ്പോൾ ആ ഒരു വാല്യൂവിൽ 1, 2, -2 എന്നുള്ള പോയിൻറ്റിൽ -2/2³ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/2. അതേപോലെ എഫ് സെഡും കാണണം. വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം x/z-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റൻ്റ് ആണ്. 1/z-ൻ്റെ ഡെറിവേറ്റീവ് -1/z². അപ്പോൾ ദിസ് വൺ. പിന്നെ അടുത്തത് z/y² ആണ്. അപ്പോൾ 1/y² കോൺസ്റ്റൻ്റ് ആണ്. z-ൻ്റെ ഡെറിവേറ്റീവ് 1. സോ 1/y². അപ്പോൾ ആ ഒരു പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1, 2, -2 എന്നുള്ള പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് -1/4 + 1/4, അതായത് 0 എന്ന് കിട്ടും. അതായത് എഫ് സെഡിൻ്റെ കോർഡിനേറ്റ് 0 ആയിട്ട് പോയി. സോ ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് സെഡ് കെ ആണ്. അപ്പോൾ എഫ് എക്സ് ഐ -1/2i പ്ലസ് 1/2j പ്ലസ് 0k ആണ് വരിക. അപ്പോൾ ഇവിടെ കെയുടെ കോർഡിനേറ്റ് ഇല്ല. സോ വിച്ച് ഇസ് 1/2 ഇൻറ്റു -i പ്ലസ് ജെ എന്ന് എഴുതാം. സോ ഇതാണ് ഡെൽ എഫിൻ്റെ വാല്യൂ. ഇനി യൂണിറ്റ് വെക്ടർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് വെക്ടർ കാണാൻ നോം ഡെൽ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ നോം ഡെൽ എഫ് കാണാം സ്ക്വയർ റൂട്ട് ഓഫ് -1/2 ദ സ്ക്വയർ പ്ലസ് 1/2 ദ സ്ക്വയർ. അപ്പോൾ 1/4 പ്ലസ് 1/4 എന്ന് പറയുമ്പോൾ 1/2 വരും. സോ റൂട്ട് ഓഫ് 1/2 വിൽ ബി 1/√2. സോ ഈ ഒരു യൂണിറ്റ് വെക്ടർ u ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ്. അപ്പോൾ ഡെൽ എഫ് ഓൾറെഡി കിട്ടിയതാണ്. 1/2 ഇൻറ്റു -i പ്ലസ് ജെ ബൈ നോം ഡെൽ എഫ് ഇപ്പോൾ കിട്ടി 1/√2. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ √2ഉം ഇവിടുത്തെ ഒരു 2ഉം ക്യാൻസൽ ചെയ്ത് ഇവിടെ √2 വരും. സോ യു വിൽ ഗെറ്റ് 1/√2 ഇൻറ്റു -i പ്ലസ് ജെ. ഇതാണ് യൂണിറ്റ് വെക്ടർ അലോങ് ദ ഡയറക്ഷൻ. അതേപോലെ റേറ്റ് ഓഫ് ചേഞ്ച് കാണാൻ ഇത് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ ഡി യു ഓഫ് എഫ് കണ്ടു, ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. നോം ഡെൽ എഫ് തന്നെയായിരിക്കും ഡി യു ഓഫ് എഫ് കിട്ടുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് അലോങ് യു ഈസ് ഈക്വൽ ടു നോം ഡെൽ എഫ് വിച്ച് ഇസ് ഈക്വൽ ടു ഓൾറെഡി നമുക്ക് കിട്ടിയതാണ്. നോം ഡെൽ എഫ് ഇസ് 1/√2. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ.
2 ക്വസ്റ്റ്യൻ ഇവിടെ ഹോംവർക്കായിട്ട് തരുന്നുണ്ട്, അത് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ട് ഡെൽ എഫ് കാണുക, നോം ഡെൽ എഫ് കാണുക, യു കാണുക. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് നോം ഓഫ് ഡെൽ എഫ് തന്നെയായിരിക്കും. അപ്പോൾ അതെടുത്ത് എഴുതിയാൽ മതി. ഇനി അതേ രീതിയിൽ ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി അറ്റ് പി ആൻഡ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് അറ്റ് പി ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത് അതേപോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഇൻക്രീസസിന് പകരം ഡിക്രീസസ് ആണ് വരുന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? യൂണിറ്റ് വെക്റ്റർ അലോങ് വിച്ച് എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് പറയുന്നത് മൈനസ് ഡെൽ എഫ് മൈനസ് ഡെൽ എഫ് ആണ് ദ വെക്റ്റർ അലോങ് വിച്ച് എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ ഇവിടെ യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ നോം ഡെൽ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. അപ്പോൾ ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ നോം ഡെൽ എഫും നോം ഡെൽ എഫും ഒക്കെയാണ് കാണേണ്ടത്. ഡിക്രീസസ് ആകുമ്പോൾ ജസ്റ്റ് അതിൻ്റെ നെഗറ്റീവ് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 20 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ദ പോയിൻ്റ് ഇസ് -1, 3. അപ്പോൾ ആദ്യം എഫ് എക്സും എഫ് വൈയും കാണണം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു -2x വരും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 20 കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ മൈനസ് വൈ സ്ക്വയറും കോൺസ്റ്റൻ്റ് ആണ്. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് -2x. സോ ദ വാല്യൂ അറ്റ് -1, 3 ഈസ് 2. അതുപോലെ എഫ് വൈ കാണുമ്പോൾ -2y എന്ന് വരും. ഈ ഒരു പോയിന്റിൽ ചെയ്താൽ -2 × 3 വിച്ച് ഇസ് -6. സോ ദ വാല്യൂ ഓഫ് ഡെൽ എഫ് ഇസ് 2y മൈനസ് 6j. ഡെൽ എഫ് കിട്ടിക്കഴിഞ്ഞാൽ നോം ഓഫ് ഡെൽ എഫ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് -6 ദ സ്ക്വയർ. അപ്പോൾ 4 + 36 വിച്ച് ഇസ് 40. 40 നമുക്ക് എന്ത് എഴുതാം? 2√10 എന്ന് എഴുതാം. ഇനി യൂണിറ്റ് വെക്റ്റർ കാണാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നോം ഡെൽ എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്നാണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു -u. ഓക്കെ, യൂണിറ്റ് വെക്റ്റർ അലോങ് വിച്ച് എഫ് ഡിക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി എന്ന് വരുന്നിടത്ത് -u ആണ് കാണേണ്ടത്. സോ മൈനസ് ഓഫ് ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ്. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് എഴുതുക. 2/√10 കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? -i/√10 പ്ലസ് 3i/√10. ഇവിടെ വേണമെങ്കിൽ 1/√10 കോമൺ ആയിട്ട് പുറത്തെടുത്ത് 1/√10 × -i + 3j അത് എഴുതാം. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദാറ്റ് ഡയറക്ഷൻ, അതായത് ഏറ്റവും റാപ്പിഡായിട്ട് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ അതും ഇവിടെ മൈനസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് ഡെൽ എഫ് കിട്ടിയതാണ് 2√10. സോ റാപ്പിഡായിട്ട് ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് -2√10 ആയിരിക്കും. ഇതേ രീതിയിൽ ചെയ്യാൻ 2-3 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഡിക്രീസ് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഡിക്രീസ് ചെയ്യുന്നതാണ് കാണേണ്ടത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇൻക്രീസിങ് ഡയറക്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ് ആണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഡിക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ രണ്ടും കണ്ടു നോക്കുക കേട്ടോ. തന്നിരിക്കുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ബൈ.